നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിന്റെ പരീക്ഷ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെലഗ്രാം ചാനൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ക്ലാസ് മാത്രം കണ്ട് പഠിച്ചാൽ പോരാ, പരീക്ഷയും കൂടി അറ്റൻഡ് ചെയ്തേക്കണം. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തേത് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറീസ് ആണ് ഞാൻ പറയുന്നത്. അതിൽ കൃതികളും പറയുന്നുണ്ട്, രചയിതാക്കളുടെ പേരും പറയുന്നുണ്ട്. അപ്പോ PS ചിലപ്പോൾ ഈ അവാർഡ് എന്ന് എടുത്ത് ചോദിക്കുന്നേക്കാളും ഈ കൃതിയുടെ രചയിതാവ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനിത തമ്പിക്കാണ്. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ആർക്കാ ലഭിച്ചത്? അനിത തമ്പി. അനിത തമ്പിയുടെ ഏത് കവിതയ്ക്കാണ് ലഭിച്ചത്? മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്ക്. മുരിങ്ങ വാഴ കറിവേപ്പ്, മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് മികച്ച കവിതയ്ക്കുള്ള 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മികച്ച നോവൽ. GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനാണ് പുരസ്കാരം. GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം V ഷിനിലാലിനാണ് ലഭിച്ചത്. മികച്ച ചെറുകഥ, മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ആർക്കാ ലഭിച്ചത്? V ഷിനിലാൽ. ഇദ്ദേഹത്തിന്റെ ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്ക്, ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചത്? V ഷിനിലാലിന് ലഭിച്ചത്. മികച്ച ബാലസാഹിത്യം EN ഷീജയ്ക്കാണ് ലഭിച്ചത്. അമ്മ മണമുള്ള കനിവുകൾ, അമ്മ മണമുള്ള കനിവുകൾ. മികച്ച ബാലസാഹിത്യം അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ് EN ഷീജയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി ഒരു കാറ്റഗറിയും കൂടി ഓർക്കുക. വിശിഷ്ട അംഗത്വം ലഭിച്ചത് ആർക്കൊക്കെ? KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ്. KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർക്കാണ് വിശിഷ്ട അംഗത്വം ലഭിച്ചത്. അപ്പൊ ഇത്രയും കാറ്റഗറീസ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ പറഞ്ഞ പോലെ കൃതികൾ, അതിന്റെ രചയിതാക്കൾ, അത് മസ്റ്റ് ആയിട്ടും ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം ഏത്? കർണാടകയിലെ ശിവമോഗയിൽ നിലവിൽ വന്ന സിഗന്ദൂർ പാലം. സിഗന്ദൂർ പാലം, കർണാടകയിലെ ശിവമോഗയിൽ നിലവിൽ വന്ന സിഗന്ദൂർ പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ് സിഗന്ദൂർ പാലം. എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? കർണാടകയിലാണ്. അടുത്തത് ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി അടുത്തിടെ നിയമിതനായത് കവീന്ദർ ഗുപ്തയാണ്. കവീന്ദർ ഗുപ്ത ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കവീന്ദർ ഗുപ്ത. കവീന്ദർ ഗുപ്ത. അടുത്ത ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഒരു മലയാളി ജ്യോതിഷ് ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ഫാക്ട് ആണ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാ പഠനത്തിന്റെ നേതൃസമിതിയിൽ അംഗമായ മലയാളി ജ്യോതിഷ് ശാസ്ത്രജ്ഞന്റെ പേരെന്ത്? അശ്വിൻ ശേഖർ. അശ്വിൻ ശേഖർ ജ്യോതിഷ് ശാസ്ത്രജ്ഞനാണ്, മലയാളിയാണ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഉൽക്കാ നേതൃ പഠന സമിതിയിൽ അംഗമായ മലയാളി ജ്യോതിഷ് ശാസ്ത്രജ്ഞൻ ആര്? അശ്വിൻ ശേഖർ. അശ്വിൻ ശേഖർ. 28ാമത് ദേശീയ ഗവേണൻസ് സമ്മേളനത്തിന്റെ വേദി ആന്ധ്രാപ്രദേശ്. 28ാമത് ദേശീയ ഗവേണൻസ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. എവിടെയാണ് വേദി? ആന്ധ്രാപ്രദേശ്. ഓർക്കുക. തപാൽ വകുപ്പിന്റെ പുതിയ ഒരു സേവനമാണ് ഡിജിപിൻ. ഡിജിപിൻ എന്നാൽ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. അതായത് തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് ഡിജിപിൻ എന്നത്. തപാൽ വകുപ്പിന്റേതാണ് ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് ഡിജിപിന്റെ ഫുൾ ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെ? മഹാരാഷ്ട്രയിലാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പൊ നിങ്ങളോടുള്ള ചോദ്യം, 2025 ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്ത ചോദ്യമാണ്. 2025 ലോക സമാധാന സൂചിക, ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്നത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഫാക്ടിലേക്ക് പോകാം. ഇന്ത്യയുടെ ജനസംഖ്യ 2025 എത്രയാകും എന്നാണ് യുഎന്റെ കണക്ക്? 146 കോടിയാണ്. 146 കോടി ആകും എന്നതാണ് യുഎന്റെ കണക്ക് 2025 ഇന്ത്യയുടെ ജനസംഖ്യ. അടുത്തത് ഒരു കായിക താരവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കായിക ഇനവും. അർമാൻഡ് ഡ്യൂപ്ലാന്റിസിന്റെ കായിക ഇനം ഏത്? അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വോൾട്ട്. പോൾ വോൾട്ട് ഓർക്കുക. 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡ. 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെ? കാനഡ. G7 രാജ്യങ്ങൾ, G7 മീൻസ് ഗ്രൂപ്പ് 7 രാജ്യങ്ങൾ ഏതൊക്കെ? USA, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ. USA, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ എന്നിവയാണ് G7 രാജ്യങ്ങൾ. 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡ. കാനഡ. ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തുന്ന ഇന്ത്യക്കാരൻ ആര്? അശോക് എള്ളുസ്വാമി. അശോക് എള്ളുസ്വാമിയാണ് ടെസ്ലയുടെ റോബോട്ട് പദ്ധതിയുടെ തലപ്പത്തെത്തുന്ന ഇന്ത്യക്കാരൻ. ഓർക്കുക. 2025 UN സമുദ്ര ഉച്ചകോടിയുടെ വേദി ഫ്രാൻസിലെ നീസ്. ഫ്രാൻസിലെ നീസ് ആണ് 2025 UN സമുദ്ര ഉച്ചകോടിയുടെ വേദി. ഓർക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസ് നടക്കാനിരിക്കുന്നത് 2026 ഒക്ടോബറോടനുബന്ധിച്ചാണ്. 2026 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ജാതി സെൻസസ് നടക്കാനിരിക്കുന്നത്. ജാതി സെൻസസ്. അടുത്തിടെ സ്ഥാപക നേതാവിന്റെ ചിത്രം കറൻസിയിൽ നിന്നും ഒഴിവാക്കിയ രാജ്യം ഏത്? ബംഗ്ലാദേശ്. കഴിഞ്ഞൊരിടയ്ക്ക് PSC ചോദിച്ചു. അടുത്തിടെ സ്ഥാപക നേതാവ് ആരാണ്? ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവ് മുജീബുർ റഹ്മാൻ ആണ്. അപ്പൊ അടുത്തിടെ സ്ഥാപക നേതാവിന്റെ ചിത്രം കറൻസി നോട്ടിൽ നിന്നും ഒഴിവാക്കിയ രാജ്യം ഏത്? ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ അഫോർഡബിൾ ഫീസിൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, CPO, WCPO 10th പ്രിലിംസ് ഒക്കെ 499 ഉള്ളൂ. പിന്നെ സെപ്റ്റംബർ മാസം നടക്കാനിരിക്കുന്ന ദഫേദാർ പരീക്ഷ 299 ഉള്ളൂ. VFA പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ബാച്ച് 1699 ഉള്ളൂ. 1 year വാലിഡിറ്റി ഉണ്ട്. പ്രിലിംസും മെയിൻസും ഒക്കെ ഇൻക്ലൂഡ് ആണ് VFA ബാച്ചിൽ. ബെഫ്കോ LD വളരെ അഫോർഡബിൾ ഉള്ള ഫീസാണ്. എല്ലാം കമ്പനി LGs എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ കേട്ടോ. നല്ല കിഡിലൻ ക്ലാസ്സുകളാണ്. എല്ലാ ക്ലാസ്സും നല്ല കിഡിലൻ ക്ലാസ്സുകളാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ വന്ന റിസൾട്ടുകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. LDC, LGS ഒക്കെ പഠിച്ച പിള്ളേരൊക്കെ ഉന്നത റാങ്ക് ലിസ്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന റാങ്ക് ലിസ്റ്റുകളിൽ ഒരാൾ നിങ്ങൾ ആവണം. അതിനുവേണ്ടി കയറി ജോയിൻ ചെയ്തോണേ. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. ഹർഷിത എഡ്യൂടെക് ആപ്പിന്റെ കേട്ടോ. കോഴ്സുകളെല്ലാം ടൈം ടേബിൾ ഉൾപ്പെടെയാണ്, സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ. പിന്നെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാ കോഴ്സിലും ഇൻക്ലൂഡഡ് ആണ്. SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ഫാക്ടിലേക്ക് പോകാം. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയി നിയമിതയായത് ആര്? കത്രീന കൈഫാണ്. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയി നിയമിതയായത് ആരാണ്? കത്രീന കൈഫ്. കത്രീന കൈഫാണ്. ഖേലോ ഭാരത് നീതി 2025 ഇത് അടുത്തിടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ ദേശീയ കായിക നയമാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ ദേശീയ കായിക നയം 2025 ജൂലൈ മാസമാണ്. ഖേലോ ഭാരത് നീതി 2025. ഖേലോ ഭാരത് നീതി 2025 പുതിയ ദേശീയ കായിക നയമാണെന്ന് ഓർക്കുക. സർപ്പപാഠം എന്നത് വനം വകുപ്പിന്റെ പദ്ധതിയാണ്. സർപ്പപാഠം എന്നത് വനം വകുപ്പിന്റെ പദ്ധതിയാണ്. സ്കൂളുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കുറയ്ക്കാനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ പദ്ധതി. അപ്പൊ സ്കൂളുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ, പാമ്പുകടിയിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള വനം വകുപ്പിന്റെ പദ്ധതിയാണ്. കൂടാതെ പാമ്പുകളുടെ സാന്നിധ്യം വിദ്യാലയങ്ങളിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? സർപ്പപാഠം. സർപ്പപാഠം. സംസ്ഥാന എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? MR അജിത് കുമാർ IPS.
MR അജിത് കുമാർ ആണ് കേരള സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ആയിട്ട് നിയമിതനായത്. കേരള സംസ്ഥാന എക്സൈസ് കമ്മീഷണർ. ഓക്കെ, അപ്പോ ഇന്ന് പറഞ്ഞ ഫാക്ട്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം തെരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പരീക്ഷ ടെലഗ്രാം ചാനലിൽ കയറി അറ്റൻഡ് ചെയ്തോണേ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എല്ലാ കോഴ്സുകളും നടന്നു വരികയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ് എല്ലാ കോഴ്സുകളും. വേറെ ഒന്നും നിങ്ങൾക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ടിയേ വരത്തില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.